മഹാരാജാവിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ മഹാരാജനും നിന്റെ സ്വയംവരം നടത്താൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ചെന്ന് ആഭരണങ്ങൾ എടുത്തുകൊണ്ട് വരൂ. നിങ്ങൾ ഇനി ഇവിടെ നിന്നും പോയിക്കൊള്ളൂ. ഇത് നോക്കൂ രൂപവതി, രാജ്യത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാർ നിനക്ക് വേണ്ടി വസ്ത്രം നെയ്തിരിക്കുകയാണ്. ചുവന്ന പട്ടുവസ്ത്രവും അതുപോലെ വജ്രമാലയും. അല്ലല്ല, വജ്രമല്ല, ചുവന്ന പവിഴമുത്തുകളും മരതകവും. ചുവന്ന പവിഴമുത്തുകളുടെയും മരതകത്തിന്റെയും ആഭരണങ്ങളാൽ നീ വളരെ സുന്ദരിയായി കാണപ്പെടുന്നതാണ് രൂപവതി. ആരുടെയും കണ്ണ് നിന്റെ മേൽ പതിയാതിരിക്കട്ടെ പുത്രി. നമ്മുടെ കണ്ണ് പെടാനും ഇടയുണ്ട്. നമ്മുടെ അടുത്ത് അതിബുദ്ധി കാണിക്കുന്നതിന്റെ ശിക്ഷ നിനക്കറിയാമോ? നമുക്കറിയാം, അത് നന്നായിരിക്കില്ല. അവിടുന്ന് അല്പം ശാന്തമായാലും നാം റാണിയെ എല്ലാം ബോധ്യപ്പെടുത്തി തരാം. അത് പോട്ടെ, നമ്മെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നാം കുറച്ച് മനസ്സിലാക്കുകയും കൂടുതൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടോ? പറയൂ, മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടോന്ന്? ക്ഷമിക്കൂ രാക്ഷസറാണി, അവസാനമായി നമ്മോട് ക്ഷമിക്കൂ. പിഴവ് സംഭവിച്ചു പോയി, ഇനിയെല്ലാം ശ്രദ്ധിക്കാം. അവസാനമായി ഒരിക്കൽ കൂടി ക്ഷമിച്ചാലും ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഓർമ്മയിലിരിക്കട്ടെ, ഇത് നാം നിനക്ക് തരുന്ന അന്തിമ അവസരമാണ്. ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇത് രാജാവിനെ അണിയിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? എന്നാൽ രാക്ഷസറാണി, ഈ മോതിരം അണിയിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് വിട്ടേക്കോ, നമുക്കറിയണ്ട. നാം അണിയിക്കുന്നതാണ്. രൂപവതി, നമ്മുടെ പുത്രി, നീ എപ്പോഴാണ് ഇത്രയും വളർന്നു പോയത്? നമുക്കിപ്പോഴും നീ ആ പഴയ ചെറിയ പെൺകുട്ടി തന്നെയാണ്. അന്നൊരിക്കൽ നിന്റെ മാതാവ് നിന്നെ നമ്മെ ഏൽപ്പിച്ചു. അന്നു മുതൽ ഈ ദിനത്തിന് വേണ്ടിയാണ് നാം കാത്തിരുന്നത്. വൈകാതെ തന്നെ നാം നമ്മുടെ പുത്രിയെ അവളുടെ സ്വാമിയുടെ ഭവനത്തിലേക്ക് അയക്കും. ഇത് കണ്ടില്ലേ, നമ്മുടെ പ്രതീക്ഷകൾ പൂർണ്ണമായി. ഇതാ നാളെ ആ ദിവസം വന്നു ചേർന്നിരിക്കുകയാണ്. അല്ല നോക്കൂ രൂപവതി, ഈ ആഭരണങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയൂ. എന്താ, നിനക്കിത് ഇഷ്ടമായോ? ഇത് നോക്ക്, ആ വസ്ത്രങ്ങളും ഈ ആഭരണങ്ങളും. എത്ര വിലയേറിയ വസ്ത്രങ്ങളാണ്, എത്ര വിലയേറിയ ആഭരണങ്ങളാണ്. എന്നാൽ നമ്മുടെ മനസ്സ് പിതാശ്രീയെയും ഇളയമ്മയും വിട്ടുപോകാൻ തയ്യാറാകുന്നതേയില്ല. നാം എങ്ങനെയാണ് പോകുന്നത്?
ഇത് നോക്കൂ രൂപവതി, ഉദ്യാനത്തിൽ നിന്നും ഈ പുഷ്പങ്ങൾ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നിന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് മാലയുണ്ടാക്കി നിന്റെ മാതാവിനെ അണിയിക്കേണ്ടതാണ്. എന്നിട്ട് മാതാവിന്റെ ആശീർവാദവും വാങ്ങണം. ഇത് പിടിക്കൂ. വരൂ. രൂപവതി, ഇനി ഈ പൂക്കൾ കൊണ്ട് മാതാവിന് മാല തയ്യാറാക്കൂ. വരൂ, വന്നാലും. ജ്യേഷ്ഠ, ഇതെന്താണ്? മഹാരാജാവിന്റെ അറയിൽ ഇവരെന്തായി ചെയ്യുന്നത്? മഹാരാജാവിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇവിടേക്കുള്ള ഇവരുടെ വരവ് ഉചിതമായി തോന്നുന്നില്ല. എന്താണ് ഈ നടക്കുന്നത്? കണ്ടുപിടിക്കുക തന്നെ. അല്ലയോ രാജവൈദ്യൻ, അങ്ങയ്ക്ക് വേണ്ടത് എന്താണെങ്കിലും അതെല്ലാം നാം കൊണ്ടുവരുന്നതാണ്. എന്നാൽ അതിനു പകരമായി ഇന്നു മുതൽ അങ്ങ് നാം പറയുന്നത് എന്താണോ അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. എന്താണിത്? ഇവർ തമ്മിൽ എന്തായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങ് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്താണ് സംഭവിച്ചത്? രാജാവിന്റെ ശിരസിൽ മുറിവ് പറ്റിയിരിക്കുകയാണ്. മുറിവ് പറ്റിയെന്ന്? അതെങ്ങനെയാണ് സംഭവിച്ചത്? മുറിവ് എങ്ങനെയുണ്ടാകും? എന്തേലും കാരണമുണ്ടാകും. അങ്ങേക്ക് എന്താണ് അറിയേണ്ടത്? കുമാര, നിൽക്ക്. മുറിവ് എങ്ങനെയാണ് സംഭവിച്ചെന്നറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചികിത്സ ആരംഭിച്ചാലും. എന്നാൽ ചികിത്സയ്ക്കൊപ്പം തന്നെ താങ്കൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിച്ചേ മതിയാവൂ. എന്ത് കാര്യമാണ്? രാജകുമാരിയുടെ സ്വയംവരം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് അറിയാമല്ലോ. അതെ, അതുപോലെ കുമാരന്റെ രാജ്യാഭിഷേകത്തെക്കുറിച്ചും. മഹാരാജാവിനിപ്പോൾ പരിക്ക് പറ്റിയിരിക്കുകയാണ്.